ഹായ് വെൽക്കം ബാക്ക് ടു 5S മെനു. ഇന്ന് നമുക്ക് ബോംബെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമുക്കതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ചിക്കൻ ഞാൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടിയിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള തക്കാളി പൊട്ടറ്റോ ആണ് ഇതിൻ്റെ മെയിൻ. ഇനിയിപ്പോൾ ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാലകളായ പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫ് കുരുമുളക് ജീരകം ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇപ്പുറം നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് സവാള വഴറ്റിയെടുക്കാം. രണ്ടും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ചെയ്യുന്നുണ്ട്. അപ്പം 1 kg അളവിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് അളവിടാം. അപ്പോൾ സവാള ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇത് ഞാനൊരു പ്രോഗ്രാമിന് ആയത് കാരണം കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയതാണ്. നമ്മൾ നെക്സ്റ്റ് അപ്പുറം വെച്ച് അടുപ്പത്ത് വെച്ച വെള്ളം നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കുതിരാൻ വെച്ച റൈസ് എടുത്തിട്ട് നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഇനി നമ്മൾ സവാള നന്നായി വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പച്ചമുളകിൻ്റെ കൂടെ ഞാൻ മല്ലിയിലയും പുതിനയും കൂടി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ അതിലേക്ക് തക്കാളി കൂടി ഇട്ടിട്ടുണ്ട്. തക്കാളിയും ഒന്ന് നന്നായി വഴറ്റി എടുക്കാം. അപ്പോഴേക്ക് നമ്മൾ റൈസ് ഏകദേശം പാകമായിട്ട് ഞാനത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഒരു മുക്കാ വേവേ വേണ്ടു. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഷാൻ്റെ ബോംബെ മസാലയാണ്. ഇതിലേക്ക് ഞാൻ വേറൊന്നും ഇടുന്നില്ല. അത് മാത്രമാണ് ഒരു പാക്കറ്റ് ഇടുന്നത്. ഇത് കൂടുതലായതുകൊണ്ടാണ് ഒരു പാക്കറ്റ് ഇട്ടത്, അത്ര വേണ്ട. അപ്പം അതും ഇട്ടിട്ട് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പൊട്ടാറ്റോ ആണ്. നമ്മൾ സാധാ ബിരിയാണിയിൽ പൊട്ടാറ്റോ ഇടാറില്ല, അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് പൊട്ടാറ്റോ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വേറെ ഞാൻ ഗരം മസാലപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം കുരുമുളകോ പിന്നെ അതിൻ്റെ ടേസ്റ്റ് വേറെ മാറണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി ഇതിലേക്ക് തൈര് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഇട്ടിട്ടുണ്ട്. ഇത്ര വേണ്ട, ഇല്ലെങ്കിൽ പിന്നെ പകുതി തൈരും ലെമൺ ജ്യൂസ് ആയാലും മതി. ഓക്കെ, അപ്പോൾ അതെല്ലാം ഒന്നും കൂടി നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ 3 കിലോ ചിക്കൻ ഉണ്ട്, 3 കിലോ റൈസും കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത്ര നമുക്ക് വേണ്ട. ഞാൻ അതിന് കറക്റ്റായ അളവ് 1 kg ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ റൈസ് ഞാൻ വെന്ത് ഊറ്റി മാറ്റി വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് ദമ്മിടാം. ഫസ്റ്റ് ലെയർ ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് നല്ലോണം ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ഷാൻ്റെ ആ ബോംബെ മസാലയും കൂടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് ഗരം മസാല ഇടാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഞാനിപ്പോൾ 3 ലെയർ ഏകദേശം 3 ലെയറോളം ഞാൻ ഇട്ടിട്ടുണ്ട് റൈസ്. അതുപോലെ തുടർന്ന് നെയ്യ് ഒഴിച്ചിട്ട് മസാല ഇട്ട് അങ്ങനെ തുടർന്ന് ചെയ്യാം.
ഇത് നല്ല ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് കൂടി ആ ചിക്കൻ്റെ മസാലയിൽ വന്നിട്ട് കഴിക്കാൻ വേണ്ടിക്ക് വേറെ ഒരു ടേസ്റ്റാണ്. ഇപ്പം നമ്മളുടെ റൈസ് ഏകദേശം ഞാനെല്ലാം ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റോളം നന്നായി ദം കയറാൻ വെക്കാം. ഞാൻ കാഷ്യൂവും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ വിളമ്പുമ്പോൾ സെർവ് ചെയ്യുമ്പോഴാണ് ഇട്ടത്. ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ദം കയറി ആവി പറക്കുന്ന ബിരിയാണി. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും വെക്കുന്നതിലും ചെറിയൊരു വ്യത്യാസം. ആ മസാല പൊട്ടറ്റോ ഒക്കെ വരുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ വരുന്നത് എല്ലാവരോടും ബൈ. താങ്ക് യു.